സ്പീഡിലൊക്കെയാണ് വണ്ടി പാസ് ചെയ്യുമ്പോൾ ചില വണ്ടിക്കാരൊന്നും നോക്കുക പോലും ഇല്ല സ്പീഡിൽ വരുമ്പോൾ. ഇവിടെ ക്രോസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ ഈ വളവ് പെട്ടെന്ന് അറിയില്ല. ഈ കോളേജിന് മതിൽ ഇടിച്ച് വീഴ്ത്തലാണ് സ്ഥിരം വണ്ടികളിൽ സംഭവിക്കുന്നത്. പണ്ട് ഗോകുലും ഗോപാലൻ്റെ മകന് ഒരു അപകടം പറ്റി മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഒരു ഏരിയയായിട്ട് മാറി. നമസ്കാരം. പെൺകുട്ടിയെ കാർ അമിത വേഗതയിലെത്തി ഇടിച്ചു തെറിപ്പിച്ച സ്ഥലത്ത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അങ്കമാലി ടെൽക്ക് ജംഗ്ഷനാണ്. ഇവിടെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതായത് മോർണിംഗ് സ്റ്റാർ കോളേജുണ്ട്, ഡിസ്റ്റിൻ്റെ കോളേജുണ്ട്, പിന്നെ സ്കൂളുണ്ട്. അതുപോലെ തന്നെ വ്യവസായ മേഖലയാണ്. മേക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു മേഖലയാണ് ഇവിടെ അപകടങ്ങൾ പെരുകുകയാണ്. അതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ ഈ ഒരു വളവാണ്. ഈ വളവിൽ യാതൊരു ശ്രദ്ധയുമില്ലാതെ മേക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും അങ്കമാലി ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങളും ഈ ക്രോസ് ചെയ്യുന്നത് വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട്. കൂടാതെ ഇവിടെ കാൽനട യാത്രക്കാർക്കായി യാതൊരു സംവിധാനങ്ങളുമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ ഈ മോർണിംഗ് സ്റ്റാർ കോളേജിലെ കുട്ടികൾ കോളേജ് വിട്ട് വരുമ്പോൾ അവർക്ക് ഈ യാത്ര ചെയ്യുവാനായിട്ട് കൃത്യമായ ഒരു നടപ്പാതയോ ഒന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുട്ടികളൊക്കെ നടന്നു വരുമ്പോൾ തന്നെ അവരെല്ലാവരും ഈ റോഡിൽ കൂടി ആണ് നടന്നു വരുന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം, ഈ നടക്കാൻ ഇവിടെ ഒരു ഫുട്പാത്തോ ഒന്നുമില്ല? ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്നല്ലോ. ആക്ച്വലി ഇങ്ങനെ ഹൈവേയുടെ അടുത്ത് തന്നെ ഒരു കോളേജ് അറിഞ്ഞൂടെ എന്താ സംഭവം. ഇവിടെ ഒരു നടക്കാനാണെങ്കിൽ ഇപ്പോൾ ഈ ഡ്രെയിനേജിന്റെ ഇതിന്റെ മുകളിൽ കൂടെ നടക്കുന്നത്. ഭയങ്കര സ്മെല്ലൊക്കെയാണ്. അപ്പൊ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്താൽ നന്നായിരുന്നു. ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഈ വഴി വരുമ്പോൾ സ്പീഡിലൊക്കെയാണ് വണ്ടി പാസ് ചെയ്യുമ്പോൾ ചില വണ്ടിക്കാരൊന്നും നോക്കുക പോലും ഇല്ല സ്പീഡിൽ വരുമ്പോൾ. ഇതിനു മുമ്പ് ഞങ്ങളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഒരു ആക്സിഡന്റ് ഞങ്ങൾ നേരിട്ട് കാണുകയും ചെയ്ത്. പക്ഷേ എല്ലാവരും ധൃതിക്ക് ഇറങ്ങുമ്പോൾ അതൊന്നും നോക്കൂല. അപ്പം ഒരു പാത്ത് നല്ലതാണ് എപ്പോഴും. വിദ്യാർത്ഥികളും പറഞ്ഞത് തന്നെയാണ്, അവർക്ക് ഈ നടക്കുവാനുള്ള ഒരു സൗകര്യം കൂടി അധികൃതർ ഒരുക്കി കൊടുക്കണം. നമുക്ക് അറിയാം ഇവിടെ ഒരു ഓടയുണ്ട്. ആ ഓടയുടെ ഭാഗത്തു കൂടിയാണ് ഈ കുട്ടികളെല്ലാവരും നടന്നു വരുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇവരെല്ലാവരും ഈ ഹൈവേയിൽ കൂടി തന്നെ നടന്നു പോകുന്നത്. ഇതൊക്കെ അധികൃതർ കാണേണ്ട കാഴ്ചകളാണ്. ഈ കുട്ടികൾ ഇവിടെ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ റോഡിൽ കൂടി. അതായത് ഈ അമിത വേഗതയിൽ അങ്കമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിലെത്തുമ്പോൾ ഇത് കുട്ടികൾക്ക് നേരെ പാഞ്ഞെടുക്കാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. അത്തരത്തിലാണ് ഈ ഭാഗം കൃത്യമായിട്ട് ഫുട്പാത്ത് ശരിയാക്കി ഇവിടെ സംരക്ഷണ വേലി കൂടി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങൾക്ക് ഒരു പരിധിവരെ തടയിടാൻ കഴിയും. അത് അധികൃതർ ശ്രദ്ധിക്കണം. കൂടാതെ ഈ അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾ പലപ്പോഴും ഈ കോളേജിൻ്റെ ഈ ഒരു മതിൽക്കെട്ടിലേക്ക് ഇടിച്ചു കയറുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മോടൊപ്പം ഇപ്പോൾ സ്ഥലത്തെ വാർഡ് മെമ്പർ അഡ്വക്കേറ്റ് സജി ജോസഫ് കൂടി ചേരുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയ കൊടും വളവാണ്. ഈ വളവിൽ ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ 4 സൈഡിൽ നിന്നും വണ്ടികൾ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന ഒരു ജംഗ്ഷൻ. അതിനുശേഷമുള്ള ഒരു വളവ്. വണ്ടികൾക്ക് ഒരിക്കലും പരിചയമില്ലാത്ത വണ്ടികൾക്ക് ഒരു കൺട്രോൾ കിട്ടാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ ക്രോസ് ചെയ്യുന്ന ഒരുപാട് പേർക്ക് അപകടം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് വണ്ടി പോകുമ്പോൾ ഈ വളവ് പെട്ടെന്ന് അറിയില്ല. നേരെ ഇവിടെ കോളേജാണ്. ഈ കോളേജിന് മതിൽ ഇടിച്ച് വീഴ്ത്തലാണ് സ്ഥിരം വണ്ടികളിൽ സംഭവിക്കുന്നത്. ഈ കോളേജിൻ്റെ ആ മതിൽ മിക്കവാറും ദിവസങ്ങളിൽ മതിലുമേ വണ്ടി ഇടിച്ച് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ അങ്ങേ സൈഡ്, ആ സൈഡിലും വളവാണ്. അല്ല, ഈ നാഷണൽ ഹൈവേയുടെ ഈ മാട്ടിങ്ങപ്പലയുടെ മുൻപിലുള്ള ഭാഗത്തും വലിയ വളവാണ്. അവിടെയും രാത്രി കാലം അപകടം ഉണ്ടായിട്ടുണ്ട്. പണ്ട് ഗോകുലും ഗോപാലൻ്റെ മകന് ഒരു അപകടം പറ്റി മരിച്ചത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ പള്ളിയുടെ മുമ്പ് ഈ വളവിൽ വെച്ചിട്ടാണ്. ആ കൽവെട്ടിൽ എന്തോ മുട്ടിയിട്ടാണ്, മീഡിയനിലൂടെ മുട്ടിയിട്ടാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ വളവ് അപകട മേഖലയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ ജംഗ്ഷനിൽ തന്നെ ഡിമ്മർ വെച്ചിട്ടുണ്ട്. അത് 1 വർഷം മുമ്പാണ് ഒരു വണ്ടി ഇടിച്ചത് പോയത്. അതിന് പൈസ ഇവിടെ നാട്ടുകാർ പറഞ്ഞു കേട്ടാണ് പൈസയ്ക്ക് നാഷണൽ ഹൈവേ ഈടാക്കിയിരുന്നു. അത് പകരം പണിയുന്ന ഡിമ്മർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. പൈസ ഇടിച്ച വണ്ടിക്കാരിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇന്ന് വരെ അത് വെച്ചിട്ടില്ല. ഇപ്പോഴും അത് വെച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ യാതൊരു സുരക്ഷയും ഇല്ലാത്ത ഒരു ഏരിയയായിട്ട് മാറി. ഒരുപാട് 150-150ഓളം വ്യവസായ സ്ഥാപനങ്ങൾ, ജില്ലാ വ്യവസായ കേന്ദ്രത്തിന് സ്ഥലം, ഇൻഗൽ ടവർ, അതുപോലെ സിഡ്കോ വ്യവസായ മേഖല, KSIDC, പിന്നെ ജില്ലാ വ്യവസായ കേന്ദ്രം, ഇതിൻ്റെ 150-150ഓളം സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്.
കണ്ടെയ്നർ ലോറികൾ, വലിയ ലോറികൾ, കമ്പി കയറ്റിയിട്ട് വരുന്ന വലിയ ട്രക്കുകൾ, ലോറികൾ, KSE ബോർഡിൻ്റെ സെൻട്രൽ സ്റ്റോർ ഇവിടെയാണ്, ടെൽക്ക് ഇവിടെയാണ്, ബാംബു കോർപ്പറേഷൻ്റെ ഹെഡ് ഓഫീസ് ഫാക്ടറി ഇവിടെയാണ്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് ഈ ടെൽക്ക് ജംഗ്ഷൻ, ഈ മാറ്റിങ്ങപ്പാള ജംഗ്ഷൻ, അങ്കമാലി സൗത്ത് ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ യാതൊരു സിഗ്നലുകളോ വേറെ നിയന്ത്രണ സംവിധാനങ്ങളോ ഒന്നും നിലവിലില്ല. നാഷണൽ ഹൈവേയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ എങ്കിലും അവർ ഒന്നും ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഒരു സിഗ്നൽ സ്ഥാപിച്ചാലെങ്കിലും ഈ വണ്ടികളുടെ അമിത വേഗത നമുക്ക് കുറയാൻ സാധിക്കും. പരിചയമില്ലാത്തവരൊക്കെ വരുമ്പോൾ ഇത് വളവ് അറിയാൻ സാധിക്കില്ല. അങ്ങനെ നടന്നു പോകുന്നവർ ഇടിക്കുന്ന സംവിധാനം, അല്ലെങ്കിൽ നടന്നു പോകുന്നവർക്ക് പോകാനുള്ള ഒരു ഫുഡ് പാത്തേജ് അതുപോലെ ഇവിടെ തയ്യാറാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കോളേജിൻ്റെ സൈഡിലൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കോളേജിൻ്റെ ഫ്രണ്ടിലൂടെ ആളുകൾക്ക് നടക്കാനുള്ള ഗ്യാപ്പ് പോലും ഇല്ല. അതാണ് മറ്റൊരു അവസ്ഥ. അപ്പോൾ അതിനൊരു പരിഹാരം നാഷണൽ ഹൈവേ അതോറിറ്റി വന്ന് ഇവിടെ ഉണ്ടാക്കണം. ഇവിടെ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണം. അതല്ലെങ്കിൽ ഏറ്റവും ഉചിതമായ മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംവിധാനം ചെയ്യണം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് റൈറ്റ് ടേൺ എടുക്കാത്ത രീതിയിൽ പോലീസ് തന്നെ അതിനൊരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ റൈറ്റ് ടേൺ എടുക്കുന്നത് ഒഴിവാക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ മാർഗം ഈ U-ടേൺ ഇവിടുന്ന് കുറച്ച് മാറ്റി സ്ഥാപിക്കുക. U-ടേൺ കുറച്ച് മാറ്റി സ്ഥാപിച്ച് വണ്ടികൾ സൗകര്യപ്രദമായി പോകാവുന്ന രീതിയിലാക്കിയെടുത്ത് അപകടങ്ങൾ ഇല്ലാതാക്കാനുള്ള എന്ത് സംവിധാനം ചെയ്യാൻ പറ്റുമോ, അപകടം എങ്ങനെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് മാത്രം പരിഗണിച്ച് യുക്തമായ നടപടി അടിയന്തരമായിട്ട് സ്വീകരിക്കണം. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ സ്ഥലത്ത് വലിയ അപകടം നടക്കുന്ന സ്ഥലമാണ് എപ്പോഴും. കാരണം നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, വാഹനങ്ങൾ അവിടെ ചീറിപ്പാഞ്ഞാണ് വരുന്നത്. ഒരു ചെറിയൊരു വളവായതുകൊണ്ട് കൂടി തന്നെ വാഹനങ്ങൾക്ക് ഈ മേക്കാട് സ്ഥലം, ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ആ റോഡ്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അവിടെ കാണാൻ കഴിയില്ല. അവിടെ ഗ്രില്ലുണ്ട്, ഡിവൈഡറിൽ മീഡിയനിൽ ഗ്രില്ലുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പുറത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പെട്ടെന്ന് കാണാനും കഴിയില്ല. ആ രീതിയിൽ ഇവിടേക്ക് വലത്തേക്ക് തിരിയുന്ന ആ ഒരു U-ടേൺ അത് അടച്ചിടേണ്ടതാണ്, അല്ലെങ്കിൽ അത് വലിയ അപകടങ്ങളുണ്ടാവും. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്നും ആ ഒരു U-ടേൺ ക്രോസ് ചെയ്യാനായിട്ട് ആ മീഡിയൻ അവിടെ നിന്നും മാറ്റി കുറച്ചുകൂടി മുന്നേക്ക് അവിടെ മോർണിംഗ് സ്റ്റാർ കോളേജുണ്ട്, അതും കഴിഞ്ഞിട്ട് വിസിബിൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. കാരണം വാഹനങ്ങൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ, ഓടി വരുന്ന വാഹനങ്ങൾക്ക് അവിടെ നിന്നും വാഹനം തിരിയുന്നത് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഫ്ലൈ ഓവറും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ കഴിയും. ഇത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. പറഞ്ഞ പോലെ ടെൽക്കും അതുപോലെ തന്നെ വ്യവസായ മേഖലയും ഒക്കെ അടുത്ത് തന്നെയാണ്. ഒരുപാട് വാഹനങ്ങൾ എപ്പോഴും പോകുന്നതാണ്. നാഷണൽ ഹൈവേയിൽ ഒരു ഫ്ലൈ ഓവർ കൂടി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അപകടരഹിതമായൊരു യാത്ര ഇവിടെ സാധ്യമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്കമാലിയിൽ നിന്നും ജസ്വിൻ വർഗീസിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.